ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഉണങ്ങിയ പാപി ഇപ്പം ആരായി? നനഞ്ഞ പാപി. മാനസാന്തരം ഉണ്ടായിട്ടില്ല. ചുമ്മാ വന്നിരുന്ന പാട്ടോ വല്ല ജോലിയൊക്കെ കാണുമായിരിക്കും. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞ IT ഫീൽഡിൽ ജോലിയുള്ള ഈ ന്യൂ ജനറേഷൻ ചർച്ചുകളിലൊക്കെ IT ഫീൽഡിൽ ജോലിയുള്ള പിള്ളേരാണ് വന്ന് കയറുന്നത്. പെൺകുട്ടികളും ആൺകുട്ടികളും. ഒരു കുട്ടിക്ക് ശമ്പളം 80,000, 90,000, 1 ലക്ഷം, 1.5 ലക്ഷം. നല്ല ശമ്പളമുള്ള നല്ല എഡ്യൂക്കേഷനുള്ള കുട്ടികൾ അവിടെ വരുന്നത്. അവർ വന്ന് ആടിപ്പാടി സന്തോഷിച്ചൊക്കെ പോവുക. പാസ്റ്റർമാർക്ക് കോളുക. ചവപ്പട്ടി പോലെ തോത്രാഴ്ച പാത്രം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതിങ്ങനെ നിറഞ്ഞ് കവിയുക. അത് കവിയുക മാത്രമല്ല, സ്വർണം, മാള, മാല, ആക്കുത്തി, മൂക്കുത്തി, കാക്കുത്തി ഇതെല്ലാം വന്ന് വീഴും അതിൽ. എൻ്റെ പൊന്നെ, ദൈവസഭയോട്ട് യാതൊരു ബന്ധമില്ല ഇന്നത്തെ ആത്മീയ കൂട്ടായ്മകൾ. ദൈവമക്കൾ നന്നായിട്ട് മനസ്സിലായി. ഞാനിത് തുറന്നു പറയുന്നതിൻ്റെ കാരണം നീണ്ട 50 വർഷത്തെ പരിചയ സമ്പന്നത കൊണ്ട് പഠിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് പറയുകയാണ്. ഇത് പോഷ്കല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. എൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വന്ന ആദ്യത്തെ സഭയുമായിട്ട് ഇന്നത്തെ സഭകളെന്ന് പറയുന്നതുമായിട്ട് പുലബന്ധം പോലും ഇല്ല. പറയുമ്പോൾ വേദനയോടെ പറയുന്നത്, ചിരിച്ചുകൊണ്ടല്ല പറയുന്നത്. ഒരു ബന്ധവുമില്ല. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇതവസാനം എവിടെ ചെന്ന് അവസാനിക്കും? ദൈവത്തിൻ്റെ വലിയ കൊടിയ ശിക്ഷ വാങ്ങി. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. നോഹയുടെ കാലത്ത് വെള്ളത്തിൽ മുക്കിക്കൊന്ന പോലെ ആ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുമെന്ന് വേദനയോടെ, ദുഃഖത്തോടെ, സങ്കടത്തോടെ ഞാൻ പറഞ്ഞു വെക്കട്ടെ ദൈവമക്കളെ. എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പോയി. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു. എങ്ങനെ ദൈവമക്കളാകും? കെടാത്ത ബീജമാകുന്ന ദൈവവചനം ഉള്ളിൽ വീണൊരു മാനസാന്തരമുണ്ടാകണം. സത്യത്തിൻ്റെ വചനത്താലാണ് നാം വീണ്ടും ജനിക്കേണ്ടത്. പാപിയായ മനുഷ്യൻ, യേശുക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു സഹോദര. സർവ്വലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി കർത്താവായ യേശുക്രിസ്തു നിൻ്റെ പാപത്തെയും വഹിച്ചുകൊണ്ട് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ മരിച്ചു. ആ യേശുക്രിസ്തു നിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നിനക്ക് രക്ഷപ്പെടാം. അവനത് വിശ്വസിക്കുമ്പോൾ അവനിൽ എന്ത് സംഭവിക്കുന്നു? അവൻ്റെ മരിച്ചു കിടക്കുന്ന, ഡെഡായി കിടക്കുന്ന ആത്മാവിന് ജീവൻ ലഭിക്കുന്നു. അവൻ വീണ്ടും ജനിക്കുന്നു. അങ്ങനെ വീണ്ടും ജനിച്ചവൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ക്രിസ്തുവിനെ ധരിക്കുന്നു, ക്രിസ്തുവിനോട് ചേരുന്നു. അങ്ങനെ ചേർന്നവൻ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ ആരായി മാറുന്നു? ദൈവത്തിൻ്റെ മകനായിത്തീരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വാക്യത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പല പ്രാവശ്യം. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ നമുക്ക് മക്കളാകാൻ ഒരിക്കലും പറ്റില്ല. ആ ഭാഗം ഞാൻ നിങ്ങളെ വായിച്ച് ഗ്രഹിപ്പിക്കാനായിട്ട് കർത്താവ് ശരണപ്പെടുന്നു. ഗലാത്യ ലേഖനം അതിൻ്റെ സ്തോത്രം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. നിങ്ങൾ മക്കളാകൊണ്ട്. സ്തോത്രം. ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ ഒരു വാക്യം കൂടി ചേർത്ത് വായിച്ചാൽ നമുക്ക് ഒന്നുകൂടി അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനിടയായിത്തീരും. ഗലാത്യ ലേഖനം അതിൻ്റെ 4-ന്റെ 1 മുതൽ വേണമെങ്കിൽ വായിക്കാം. അവകാശ യജമാന സർവ്വത്തിന് യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം കാലം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവൻ എത്രയെന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളിൽ കീഴെ അടിമപ്പെട്ടിരുന്നു. ശിശുക്കളെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ശിശുവിൻ്റെ അവസ്ഥയോടെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ആയിരുന്നപ്പോൾ നാം എന്ത് ചെയ്തു? ആദ്യ പാഠങ്ങൾക്ക് അടിമപ്പെട്ടു. യഹൂദൻ്റെ ആദ്യ പാഠം ന്യായപ്രമാണം. പുതിയ നിയമസഭയിലെ ജാതികളുടെ ആദ്യ പാഠം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവരുടെ പാപജീവിതം. ആദ്യ പാഠങ്ങൾക്ക് അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ ന്യായപ്രമാണത്തിൽ കിടന്ന യഹൂദ ജാതിയെ ദൈവം എന്ത് ചെയ്തു? കർത്താവിൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. സ്തോത്രം. വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. എങ്ങനെയായി പുത്രത്വം പ്രാപിക്കേണ്ടതിന്? നിങ്ങൾ മക്കളാകെ കൊണ്ട് അപ്പാപിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശികൾ. ഇങ്ങനെയാ മകനാകുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് പുത്രത്വം പ്രാപിക്കുക. അങ്ങനെ പുത്രത്വം പ്രാപിച്ച് വരുമ്പോഴാണ് ദാസത്വത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് മാറിയിട്ട്
നമ്മൾ പുത്രനായിത്തീരുന്നത്, ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി തീർന്നത്. അങ്ങനെ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാർക്കുമാണ് എന്തുള്ളത്? അവകാശം. എന്താ നമ്മുടെ അവകാശം? ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവ ഇല്ലാത്തതുമായ നല്ലൊരവകാശം. അതായത് സ്വർഗീയമായ അനുഭവം, സ്വർഗത്തിലെ അനുഭവം, സ്വർഗത്തിലെ അവകാശം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കുക, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ ചേർത്ത് മക്കളാകുന്ന നമ്മളെ നിത്യതയിലേക്ക് ചേർക്കുന്ന അനുഭവം, ക്ഷയം, പാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശം നമ്മൾ പ്രാപിക്കും. ഈ പഠനങ്ങളൊക്കെ ഇന്ന് ആദരാഞ്ജലി, ഇങ്ങനെയുള്ള പഠനങ്ങൾ ഇന്ന് അധികം കേൾക്കാൻ കഴിയുന്നില്ല. ചുരുക്കമായിട്ട് ഒരു ചെറിയ ശേഷിപ്പാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ സ്നേഹിതന്മാർ ഒത്തിരി പേരുണ്ട്, അവരൊക്കെ ഇതൊക്കെ മനോഹരമായി പ്രസംഗിക്കുന്ന, ഇതിനേക്കാൾ ശക്തിയോടെ പ്രസംഗിക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം മക്കളാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. എങ്ങനത്തെ മക്കൾ? മാനസാന്തരപ്പെട്ട മക്കൾ, വീണ്ടും ജനനം പ്രാപിച്ച മക്കൾ, പുതുജനനം പ്രാപിച്ചവർ, ബോണഗെയിൻ. ഈ ബോണഗെയിൻ എന്ന് പറഞ്ഞാൽ മാത്രമല്ല, അത് സംഭവിക്കണം. നമ്മൾ ഒരു ജനനം നടക്കണം. നിക്കോദോമിസിന് ആ ജനനം ഉണ്ടായില്ല. ന്യായപ്രമാണത്തിൻ്റെ വ്യക്താവായിരുന്നു. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, അതുകൊണ്ടാണ് അവനോട് കർത്താവ് പറഞ്ഞത്, നീ പുതുതായി ജനിക്കണം, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം, ദൈവവചനമാകുന്ന വെള്ളത്താൽ ജനിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഇടപെട്ട് ഒരു വലിയ മാനസാന്തരത്തോടെ ഒരു ജനനം. അതിന്ന് കാണുന്നില്ല. നിർമ്മലമായ വചനത്തിൻ്റെ പ്രസംഗം കേട്ടാലേ അത് നടക്കുള്ളൂ. അതാണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത്. പത്രോസിൻ്റെ 1-ാം പ്രസംഗത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഉണ്ടോ, റിപ്പന്റന്റ് ആൻഡ് ബാപ്റ്റിസം, മാനസാന്തരപ്പെട്ട് സ്ഥാനപ്പെടുക. അപ്പോഴാണ് വീണ്ടും ജനനം പ്രാപിക്കുന്നത്, അപ്പോഴാണ് ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത്. മാനസാന്തരപ്പെടാതെ ഇന്ന് സഭകൾ നിറഞ്ഞുകൊണ്ടിരിക്കുക. മാനസാന്തരപ്പെടാതെ സഭകളിൽ ആൾക്കാർ വന്ന് നിറയുമ്പോൾ കർത്താവ് പറഞ്ഞത് എന്താണ്? കളകളാണ്, മുഴുവൻ കളകളാണ്. ഈ കളകളെ എന്ത് ചെയ്യുന്ന കർത്താവ് പഠിപ്പിച്ച്? ലോകാവസാനം കളകളെല്ലാം കൂടി വലിച്ചു കൂട്ടി തീയിലിട്ട് കത്തിക്കുകയും നിറമണികളായിട്ടുള്ളവരെ എന്ത് ചെയ്യും? പാണ്ഡികശാലയിലേക്ക് ചേർക്കുകയും ചെയ്യും. അതാ കർത്താവ് പഠിപ്പിച്ച്. സുവിശേഷത്തിലെ 1 മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. 14-15 അധ്യായമൊക്കെ പഠിച്ച് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. വിത്ത് വിതയ്ക്കുന്ന ഉപമയോടനുബന്ധിച്ചൊക്കെ അത് കർത്താവ് പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥ ദൈവമക്കളായി നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ കനത്ത നഷ്ടം നമുക്ക് സംഭവിക്കും. ഈ കനത്ത നഷ്ടം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യമാണ് നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് ദൈവമക്കൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഗലാത്യ ലേഖനത്തിൽ ഒരു ഭാഗം എൻ്റെ ഹൃദയത്തിൽ വരുന്നത് നിങ്ങളെ ഗ്രഹിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അത് അത്രയും വായിക്കേണ്ട കാര്യമില്ല, പക്ഷേ അതിൽ കുറേ വിഷയങ്ങൾ കിടപ്പുണ്ടാകും. നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ അത് വളരെ അനുഗ്രഹമാണ്. ന്യായപ്രമാണത്തിൽ കീഴിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറയുവിൻ. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ. 2 പുത്രന്മാരെ കുറിച്ച് ഇവിടെ പറയുക എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകൻ വാഗ്ദത്തപ്രകാരം ജനിച്ചതുമാകും. ഇത് നമ്മൾ കാണുന്ന മിഡിൽ ഈസ്റ്റിലെ ഈ ഫൈറ്റിംഗ് നടക്കുന്നത് ആരൊക്കെയാ? ദാസിയുടെ മകനായ ഹാഗാറിൻ്റെ മകനായി ജനിച്ച ഇസ്മേലിൻ്റെ സന്തത പരമ്പരകളും, അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത് 75 വയസ്സിൽ വാഗ്ദത്തം കൊടുത്ത് 100 വയസ്സിൽ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ച തനിക്ക് ലഭിച്ച ഇസഹാക്കിൻ്റെ സന്തതി പരമ്പരകളായ ഇസ്രയേൽ മക്കളും കൂടിയാണ് ഫൈറ്റ് നടക്കുന്നത്. ഈ ഫൈറ്റിങ്ങിന് എത്ര ദൈർഘ്യമുണ്ട്? അബ്രഹാമിൻ്റെ ആ കൊച്ചു കൂടാരത്തിൽ വെച്ചുള്ള ആ സമയത്തുള്ള ഫൈറ്റുണ്ട്. സാറ പറയുന്നൊരു ഭാഗമുണ്ട്. എന്താ? ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. എന്താ പുറത്താക്കുക? പണ്ടൊക്കെ ഇതൊന്നും നമ്മൾക്ക് അറിയത്തില്ലായിരുന്നു. എന്താ പുറത്താക്കാൻ പറയുന്നതിൻ്റെ കാര്യം? ആ ദാസിയുടെ മകൻ വാഗ്ദത്ത സന്ധിയാതെയായി ഇസ്ഹാക്കിനെ ഉപദ്രവിക്കും. ഇത് ഇന്ന് തുടങ്ങിയല്ലേ ഉപദ്രവം? ഇറാനികൾ ഇസ്രായേൽ മക്കളെ ആക്രമിക്കാൻ തുടങ്ങിയത് ഇന്നല്ല. ഇസ്മേലിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ഈ ആക്രമണം. അതാണ് ഇസ്രയേലിന് ഈ ഇറാനികളോടും ഈ ഹാഗാറിൻ്റെ മക്കളോടും കലിപ്പ് കൂടുതൽ. അതുകൊണ്ടാണ്. ഇന്നൊന്നും തുടങ്ങിയതല്ല.
എത്രയോ നൂറ്റാണ്ടുകളായി ഈ പകയും വിദ്വേഷവും പിണക്കും ഇതിങ്ങനെ തുടർന്നു വരികയാണ്. ഇതാർക്കും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ട്രംപിനെ പോലെ ഒരു 10,000 ട്രംപ് എഴുന്നേറ്റാലും ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം വരാൻ പോകുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റുമാർ ഞാൻ ഓർക്കുന്നുണ്ട്, സ്വത്രം ഒബാമയും അതിനു മുമ്പുണ്ടായിരുന്ന പല പ്രസിഡന്റുമാരും ഒക്കെ പറഞ്ഞ് ഞങ്ങളുടെ കാലത്ത് ഈ പലസ്തീൻ പ്രശ്നം ഇതൊന്ന് ശരിയാക്കി എടുക്കണമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അവർ കണ്ടം വഴി ഓടിയതല്ലാതെ ഈ പ്രശ്നങ്ങൾക്ക് ഇന്നും ഒരു പരിഹാരം വന്നിട്ടില്ല. കാരണം ഇതിൻ്റെ റൂട്ട്സ് നമ്മൾ പഠിച്ചു വരുമ്പോൾ, ഇതിൻ്റെ വേരുകളിലേക്ക് ഇറങ്ങി പഠിച്ച് വരുമ്പോൾ അബ്രഹാമിൻ്റെ ആ കൂടാരത്തിൻ്റെ ഉള്ളിൽ വെച്ച് നടന്ന കലഹമാണ്. അതുകൊണ്ടാണ് ഇസഹാക്കിൻ്റെ അമ്മയായ സാറ ദാസിയെ മകനെയും പുറത്താക്കാനായിട്ട് അബ്രഹാമിനോട് പറയുന്നത്. ഈ കൊച്ചിനെ ഉപദ്രവിക്കും. അന്ന് തുടങ്ങിയ ഉപദ്രവമാണിത്. വെറുതെ അങ്ങ് ഉപദ്രവിച്ചോളുക. ഒക്ടോബർ 7 2023 എനിക്കറിയത്തില്ല ആ വർഷം കൃത്യമായിട്ട്. വെറുതെ ഇരുന്ന ഇസ്രയേലിനെ ചൊറിയാൻ വേണ്ടി അങ്ങോട്ട് കയറി ആക്രമിച്ച് 10,500 കൊന്ന് കുറേ അടിമകളായി കൊണ്ടുപോയി വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. അന്ന് മുതലല്ലേ യുദ്ധം തുടങ്ങിയത്. ബെഞ്ചമിൻ അന്ന് പറഞ്ഞതാണ്, ഇതിന് ഒരു സമാധാന കരാറുമില്ല, ഇതിന് ഫൈറ്റ് തന്നെയുള്ളൂ. കാരണം എന്താ, എത്ര നഷ്ടം സംഭവിച്ച ദൈവമക്കളെ. ഒരല്പ രാഷ്ട്രീയത്തിൽ നമ്മളൊന്ന് പഠിച്ചു വരുന്ന നല്ലതാ. എത്ര നഷ്ടം സംഭവിച്ചു. എത്ര ആയിരം പലസ്തീനികൾ, കുഞ്ഞുകുട്ടികൾ, സ്ത്രീകൾ കൊല്ലപ്പെട്ടു. സ്വത്രം. ഹമാസിൻ്റെ വർഗം മുഴുവൻ തീർന്നില്ലേ? ഹിസ്ബുള്ളയുടെ വർഗവും ലീഡർഷിപ്പ് തീർന്നില്ലേ? ഇറാന്റെ ലീഡർഷിപ്പ് 48 പേരെ ഒരൊറ്റ ദിവസത്തെ ബോംബിങ്ങിൽ തകർത്തില്ലേ? ഇതൊക്കെ ഇവർക്കുള്ള പ്രതികാരമാണ്. കാരണം എന്താ, ഈ ഉപദ്രവം സഹിച്ച് ഇസ്രയേൽ മക്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ആ വിഷയത്തിലേക്ക് പോയാൽ അങ്ങനെ അങ്ങ് പോകുന്നതുകൊണ്ട് അങ്ങോട്ട് അവിടെ നിന്ന് മാറി ചിന്തിക്കാൻ താല്പര്യപ്പെടുക. അപ്പോൾ ദാസിയുടെ മകൻ ജലപ്രകാരവും സ്വതന്ത്രയുടെ മകൻ വാഗ്ദത്തപ്രകാരം ജനിച്ചതുമാകുന്നു. ഇത് സാദൃശ്യമാകുന്നു. ഈ 2 സ്ത്രീകൾ 2 നിയമങ്ങൾ അത്രേ. ഒന്ന് സീനായ് മലയിൽ നിന്നുണ്ടായി അടിമകളെ പ്രസവിക്കുന്നു. ആരാ? ഹാഗാർ. സ്വത്രം. അത് ഹാഗാർ എന്നത് അറബ് ദേശത്തെ കുറിക്കുന്നു. എത്ര ക്ലിയറായി. സീനായ് മലയെ കുറിക്കുന്നു. ഇത് ഇപ്പോഴത്തെ യെരുശലേമിനോട് ഒക്കുന്നു. യെരുശലേമിനോട് ഒക്കുന്നു. അത് തൻ്റെ മക്കളോടുകൂടി അടിമയിലല്ലോ ഇരിക്കുന്നത്. അപ്പം അടിമത്വത്തിലിരിക്കുക, ആത്മീകമായി അടിമത്വത്തിലിരിക്കുകയാണ് ഹാഗാറിൻ്റെ മക്കളും അവരുടെ മക്കളും. അവർക്ക് രക്ഷ പ്രാപിപ്പാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർ സുവിശേഷം അംഗീകരിക്കുന്നില്ല. ഹാഗാറിൻ്റെ സന്തതികൾ സുവിശേഷത്തിനെതിരാണ്, ദൈവമക്കൾക്ക് എതിരാണ്, എക്കാലത്തും എതിരാണ്. അവരെയൊന്നും ആർക്കും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. നിയന്ത്രിക്കാൻ പറ്റാവുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ, സർവശക്തനായ ദൈവം. ദൈവസഭ മാറ്റപ്പെട്ടതിന് ശേഷം ഈ ഗ്രൂപ്പിനെ എല്ലാം കൂടി യെദുക്രിസ്തുവിൻ്റെ കയ്യിലോട്ട് കൊടുത്ത് നല്ല ശക്തമായ പണിഷ്മെൻറ്റ് അവനിലൂടെ കിട്ടുമ്പോൾ മാത്രമേ ഇവർക്ക് സ്വത്ര കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അതുവരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ആ വചനത്തിൻ്റെ മർമ്മം നിങ്ങളെ ഒന്നുകൂടി ഗ്രഹിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. സ്വത്രം. അത് തൻ്റെ മക്കളോടുകൂടി അടിമയിലല്ലോ ഇരിക്കുന്നത്. സ്വത്രം. ഹാഗാറിൻ്റെ മക്കളെക്കുറിച്ച് പറയുക. മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെയാണ് നമ്മുടെ അമ്മ. ഈ മീതെയുള്ള യെരുശലേം എന്ന് പറയുന്നത് വേദപണ്ഡിതന്മാർ പറയുന്നത് പുതിയ നിയമ സഭ എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. മേലെയുള്ള യെരുശലേം, പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാർ എല്ലാവരും കൂടി ചെന്ന് സമ്മേളിക്കുന്ന ദൈവസഭയുടെ സ്ഥിരാകേന്ദ്രമാണ് ആ യെരുശലേം. ഇപ്പോഴുള്ള യെരുശലേം രക്തച്ചൊരിച്ചിലുള്ള യെരുശലേമാണ്. അവിടെ ചോര വീണുകൊണ്ടിരിക്കുക, അവിടെ വെടിയുണ്ട പായുക, അവിടെ മിസൈലുകൾ വന്ന് വീഴുക, അവിടെ വലിയ കനത്ത നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. മേലെയുള്ള യെരുശലേം എന്നുള്ളത് സ്തോത്രം ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്നൊരു അവകാശമാണ്. അവിടെ പുതിയ നിയമ പഴയ നിയമ വിശുദ്ധന്മാർ എല്ലാവരും അതിനെ സഭയെന്നാണ് പഠിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ സ്തോത്രം, നമ്മുടെ അമ്മയെന്നാണ് ഇവിടെ പൗലോസ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത ഘനമായ വിഷയത്തിലേക്ക് വരുന്നു. പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്കുക, നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്ക് ഏകാവിയുടെ മകൾ ഭർത്താവിയുടെ മക്കളേക്കാൾ അധികം. ഞാൻ ആ ഭാഗത്ത് അതങ്ങ് വിടുകയാണ്, അത് വേറെ സബ്ജക്റ്റിനെ കാണിക്കുകയാണ്. നാമോ സഹോദരന്മാരെ, 28-ാമത്തെ വാക്യം, നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. അതാരെക്കുറിച്ചാണ് പറയുക? നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഒന്ന് ഗ്രഹിക്കണ്ടേ ഈ സംഭവം എന്താണ്? നമ്മൾ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകണം. 53-10 വാക്യം എടുത്ത് യെശയ്യാവ് 53-10. അപ്പം നാമോ
ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. പുതിയ നിയമസഭയെക്കുറിച്ച് പറയുക. സ്തോത്രം. അതെങ്ങനെയാണ് വാഗ്ദത്തത്താൽ ജനിച്ച മക്കളായി തീർന്നത്? യെശയ്യാ 53:10 ആ വാക്യത്തിൽ അതിൻ്റെ അർത്ഥം നമുക്ക് കാണാൻ കഴിയും. വായിച്ചാട്ടെ. യെശയ്യാ 53:10 തെറ്റാതെ വായിക്കണേ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാമോ അവനെ തകർത്ത് കളയുവാൻ, യേശുക്രിസ്തുവിനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അടുത്ത അവനെ കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ മതി. അവൻ ക്രൂശിൽ കിടന്നുകൊണ്ടൊരു സന്തതിയെ കണ്ടു. ആരാ? യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ടു വരുന്നൊരു സന്തതി തൻ്റെ മരണത്തിലൂടെ അത് പിതാവ് സ്തോത്രം ഒരു സന്തതിയെ രൂപപ്പെടുത്തുന്നുവെന്ന് കർത്താവിനത് മനസ്സിലായി. അവൻ ക്രൂശിൽ കിടന്നൊരു സന്തതിയെ കണ്ടു, വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചു. തൻ്റെ ക്രൂശുമരണം നിമിത്തം ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം ബലിമരണത്തിൽ വിശ്വസിച്ച് വരുന്നവര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവമക്കളായി, പുതിയ നിയമ സന്തതിയായി, ദൈവമക്കളായി, ദൈവത്തിൻ്റെ സന്തതികളായി വരുന്ന കാര്യം ക്രൂശിൽ കിടന്ന് കർത്താവ് കണ്ടു എന്നാണ് യെശയ്യാവ് ദീർഘദൃഷ്ടി പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്ന യെശയ്യാ പ്രവചനം എന്നുള്ളത്. സാധാരണ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ അതിനെക്കുറിച്ചൊരു അലങ്കാര പദപ്രയോഗമുണ്ട്. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, യെശയ്യാവ് 5ാമത്തെ സുവിശേഷമായിട്ട് അലങ്കാര പദത്തിൽ അതിനെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം യേശുക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന പഴയ നിയമത്തിലെ ഏക പുസ്തകം യെശയ്യാ പ്രവചനമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. യേശുക്രിസ്തു ജനിക്കുന്നതിന് സുമാർ 600-650 വർഷം മുമ്പ് യെശയ്യാവ് പ്രവചിച്ചു, സ്ത്രീയുടെ സന്തതിയായി ഒരു സ്വത്രം കന്യകയിൽ നിന്ന് ഒരു സന്തതി ജനിക്കും. സ്ത്രീയുടെ സന്തതിയായിട്ട് വരുമെന്ന് പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കുമെന്ന് മോശ പ്രവചിച്ചു. അത് ക്രിസ്തുവിനെ കുറിച്ചാണ്. ഇവിടെ യെശയ്യാവ് പറയുന്നത് സ്വത്ര കന്യകയിൽ നിന്ന് ഒരു സന്തതി ജനിക്കും. അത് യെശയ്യാവ് വ്യക്തമായി പറയുന്നുണ്ട്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേര് വിളിക്കും. യെശയ്യാ പ്രവചനത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ച് മനോഹരമായ നിലയിൽ പ്രവചിക്കുന്ന പ്രവചനങ്ങൾ ഒത്തിരി ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ ആരാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ ഒരു സന്തതിയാകാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ. അവൻ ക്രൂശിൽ കടന്നൊരു സന്തതിയെ കണ്ടു. യേശുക്രിസ്തു അത് ആത്മാവിൽ കണ്ടു. എൻ്റെ ബലിമരണത്തിലൂടെ ഒരു കൂട്ടം ജനം ദൈവത്തിൻ്റെ മക്കളായി തീരും. അതാണ് പുതിയ നിയമസഭ. നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. ഇത്ര ആഴത്തിലൊക്കെ വചനം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഒരു മണ്ണാങ്കട്ട അറിഞ്ഞുകൂടായിരുന്ന എനിക്ക് പിതാക്കന്മാരിൽ നിന്ന് ഈ വചനത്തിൻ്റെ പഠനങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. കർത്താവ് ഇത്രയും വലിയ ആത്മീക മർമ്മങ്ങൾ വചനത്തിലൂടെ ഗ്രഹിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ എന്ന് ഓർത്തു. അപ്പോൾ നമ്മൾ ആരാണ്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് വരുന്ന ദൈവമക്കളാണ് പുതിയ നിയമസഭയുടെ അംഗം. അത് യെശയ്യാവ് പ്രവചിച്ച പ്രാവചനിക നിവൃത്തി. ആ പ്രവചനം കഴിഞ്ഞ് ഏകദേശം 600-700 വർഷങ്ങൾക്ക് മുമ്പ് യേശു ജനിക്കുന്നു, യേശു മരിക്കുന്നു, അടക്കപ്പെടുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു, സുബ്രാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് പോയി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആ യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുമ്പോൾ അവന് ആത്മീക ജീവൻ ഉണ്ടാകുന്നു. മരിച്ചു കിടക്കുന്ന ആത്മാവ് ജീവൻ വയ്ക്കുന്നു. അങ്ങനെ ജീവൻ വെച്ച അവൻ സ്വത്രം കർത്താവിനെ, എൻ്റെ കർത്താവിൻ്റെ രക്ഷിതവുമായി എൻ്റെ ഹൃദയത്തിൽ കർത്തൃത്വം ചെയ്യാനായിട്ട് എൻ്റെ കർത്താവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. അങ്ങനെ കർത്താവ് നമ്മളെ കർത്തൃത്വം ചെയ്യുന്നു. ആ കർത്താവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട്, പുതുപുത്ത പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ ആരായി? ദാസത്വം മുഴുവൻ പോയി. ദാസത്വം എന്നുള്ള പിശാചിൻ്റെ ദാസത്വവും. ന്യായപ്രമാണം യഹൂദന്മാർക്ക് ദാസത്വമാണ്, നമുക്ക് ദാസത്വം പഴയ പാപജീവിതമാണ്. ആ ദാസത്വം മാറി നമ്മൾ മക്കളാകുന്നു. നല്ല ക്ലാരിറ്റിയോടുകൂടിയുള്ള ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്നു. ഈ വ്യവസ്ഥയിലൂടെ അല്ലാതെ ദൈവത്തിൻ്റെ മക്കളായി തീരാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയില്ല. അതിന് ഈ വചനം പ്രസംഗിക്കപ്പെടണമെന്നാണ് ഞാൻ ഈ ശടിച്ചുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ കിടന്ന് വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞാലൊന്നും കാര്യം നടക്കത്തില്ല. കാര്യകാരണ സഹിതം. പണ്ട് വി എ തോമസ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു.
ഏറ്റവും മനോഹരമായി സുവിശേഷം പ്രസംഗിച്ച കേരളക്കര കണ്ട അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് പാസ്റ്റർ വി എ തോമസ്. സ്തോത്രം. അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കാൻ വളരെ അഗ്രഗണ്യനാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ച് പ്രസംഗിച്ച് അനേകരെ രക്ഷയിലേക്ക് നടത്തിയിട്ടുള്ള ഒരു ഭക്തനായ മനുഷ്യനാണ്. അന്നും ഇന്നും ഒക്കെ അദ്ദേഹത്തെ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട്, സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. പോട്ടെ. അപ്പോൾ അവിടെ നമ്മൾ യഥാർത്ഥ ദൈവമക്കളായി തീരുന്നത് യഥാർത്ഥ ബീജമാകുന്ന ദൈവവചനം ഉള്ളിൽ വീണ് മാനസാന്തരം, അനുതാപം, റിപ്പൻഡന്റ് ആൻഡ് ബാപ്റ്റിസം, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുക. മാനസാന്തരപ്പെടാതെ സ്നാനപ്പെടുന്ന വിശ്വാസികളാണ് ഇന്ന് ഭൂമിയിൽ അധികവും. അതാണ് ഈ ന്യൂ ജനറേഷൻ മുഴുവൻ എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല. അവരാളെ കൂട്ടി ഇങ്ങനെ കാശുണ്ടാക്കി കോടീശ്വരന്മാരായി സൂഹിക്കുക ചെയ്യുന്നത്. അത് വലിയ പാപമാണ്. അവരുടെ ഇടയിലൊക്കെ പോയി വീണാൽ എന്താ സംഭവിക്കുന്നു ചോദിച്ചാൽ, പണ്ട് ഗേഹസി നയമാൻ്റെ പുറകെ ഓടിക്കഴിഞ്ഞപ്പോൾ ഗേഹസിക്ക് ഒരു സാധനം കിട്ടി. എന്ത് കിട്ടി? കുഷ്ഠത്തിൻ്റെ ഒരു പാക്കേജ് കിട്ടി. ഒപ്പം കുറേ പൊന്നും വെള്ളിയൊക്കെ കിട്ടി, വലിയ സാധനങ്ങളൊക്കെ കിട്ടി, ശരിയാ. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്ന് അഴിച്ചു നോക്കി വെള്ളിയും പൊന്നും ഒക്കെ മാറ്റി വെച്ചു. അതിൻ്റെ ഉള്ളിലൊരു സ്പെഷ്യൽ പാക്കേജ് ഉണ്ടായിരുന്നു. അത് കുഷ്ഠം. അത് പാപത്തിൻ്റെ നിഴലാണ്. കുഷ്ഠമെന്നുള്ളത് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് പാപത്തിൻ്റെ നിഴലായി നിൽക്കുക. അത് അത്രയും നാൾ ആ പ്രവാചകൻ്റെ കൂടെ നടന്ന് സന്തോഷിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികളും മഹത്വങ്ങളൊക്കെ കണ്ട ഗേഹസി അവസാനം ഒരു കുഷ്ഠരോഗിയായി പാളയത്തിന് പുറത്ത് കല്ലെറിയപ്പെട്ട നിലയിൽ അവനെ കാണാനിടയായി. എത്ര സങ്കടകരം, എത്ര വേദനാജനകം, എത്ര ഭീകരം, എത്ര ഭീഭത്സം, എത്ര ശോചനീയം. ദൈവമക്കളെ, ഇതൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഞാനിതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പോകുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ആരാണ്? ഈ ഗലാത്യ ലേഖനത്തിലെ ഭാഷാന്തരം നോക്കുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നവരാ. ഇനി അതിനെക്കുറിച്ച് അതിൻ്റെ 28-29 വാക്യങ്ങൾ കൂടി ഞാൻ വായിച്ച് ലേഖനത്തിലേക്ക് വരിക. സ്തോത്രം. നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. ആരാ ഈ വാഗ്ദത്തത്താൽ ജനിച്ചെന്ന് പറഞ്ഞാൽ? ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് കണ്ട, സ്തോത്രം, അവൻ്റെ ഒരു സന്തതിയെ കണ്ട് വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചു. അപ്പോൾ ക്രൂശിൽ കിടന്ന് കണ്ട വാഗ്ദത്ത സന്തതികളാണ്. അതാ പൗലോസൂടെ പറയും, നാമോ സ്തോത്രം സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിക്കുന്നത് പോലെ ഇന്നും കാണുന്നു. മനസ്സിലായില്ലേ? അന്ന് ജഡപ്രകാരം ജനിച്ച ഇസ്മയേല് വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിനെ ഉപദ്രവിച്ചു. അതിന്ന് നടന്നുകൊണ്ടിരിക്കുക. ഹാഗാറിന്റെ സന്തതികൾ ദൈവമക്കളെ തകർത്തുകൊണ്ടിരിക്കുകയല്ലേ, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവരുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനാണ് അവരുടെ ശ്രമം. ഈ ഭീകരവാദികൾക്ക് അവരുടെ ലക്ഷ്യമെന്താ? ഒരു ഇസ്ലാമിക രാഷ്ട്രമായി ഈ ലോകം മുഴുവൻ തീർക്കാൻ അവരുടെ ശ്രമിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇസ്മയേലിൽ ഊരിത്തിരിഞ്ഞ ചിന്ത സാത്താൻ അത് നൂറ്റാണ്ടുകളായി പകർന്ന് ഈ കാലഘട്ടത്തിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് വേദപുസ്തകത്തിലൂടെ യാഥാർത്ഥ്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. സ്തോത്രം. അപ്പം നമ്മൾ ആരാ? തിരുവെടുത്ത് എന്ത് പറയുന്നു? ദാസിയെയും മകനെയും പുറത്താക്കി കളയുക, ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോടുകൂടി അവകാശിയാകിയില്ല. അതുകൊണ്ടാണ് അത് സാറാ അത് പറഞ്ഞത്. അങ്ങനെ സഹോദരന്മാരെ, നാം ദാസിയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളത്രേ. ഏതാണ് ഈ സ്വതന്ത്രർ? സ്വതന്ത്രം. യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിൽ വിശ്വസിച്ച് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പ്. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. അടിമ ന്യായപ്രമാണം. കർത്താവ് നമ്മൾക്ക് സ്വാതന്ത്ര്യം തന്നു. എങ്ങനെ തന്നു? തൻ്റെ ജീവൻ ബലിയർപ്പിച്ച് നമുക്ക് സ്വാതന്ത്ര്യം തന്നു. നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ മക്കളാണ് എന്ന് മനസ്സിലാക്കണം. അവരോടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന അടുത്ത പ്രോമിസാണ് ഏറ്റവും വിലപ്പെട്ടൊരു സന്ദേശം. സ്തോത്രം. കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ നാം ദൈവമക്കളാകുന്നു. ലോകം അവരെ അറിഞ്ഞിട്ടില്ല, നമ്മെ അറിയുന്നില്ല. അപ്പോൾ ദൈവമക്കളാകുന്ന നമ്മെ ലോകം അറിയത്തില്ല. കർത്താവിനെ പകച്ച ലോകം നമ്മെ പകയ്ക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അതിൻ്റെ ഒരു ധ്വനിയാണ് ഇവിടെ കാണുന്നത്. ലോകം അവനെ അറിഞ്ഞിട്ടില്ല, കൊണ്ട് നമ്മെയും അറിയില്ല.
ലോകക്കാർ നമുക്ക് കസേര തരത്തില്ല. നമ്മളെ സ്വത്രം പൗലൂസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ നമ്മളെ ചപ്പൊന്നും ചവറൊന്നും വേണം. ഞങ്ങൾ ലോകത്തിൻ്റെ അഴുക്ക് പോലെയും സകലത്തിൻ്റെയും ചവറായി തീർന്നിരിക്കുന്നു. 1 കൊരിന്ത്യർ 4 സ്വത്രം 9, 11, 12, 13 വാക്യങ്ങളൊക്കെ വായിച്ചു പഠിച്ചാൽ അപ്പോസ്തലന്മാർ ആരായിരുന്നു? ഈ ലോകത്തിൽ ചവറ് പോലെയായിരുന്നു. അവർ സകലത്തിൻ്റെ അഴുക്കായി മാറി. പക്ഷെ അവർക്കൊരു കാര്യം അറിയാം, അവർ മുഖാന്തരം ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രചരിക്കപ്പെടുകയും ആ വചനത്തിലൂടെ അനേകം രക്ഷിക്കപ്പെട്ട് നിത്യജീവനായി നിയമിക്കപ്പെട്ടവരൊക്കെ നിത്യത പ്രാപിക്കാൻ ഇടയായി എന്നുള്ളതാണ് അവരുടെ സന്തോഷം. നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകാതെ മുമ്പോട്ട് പോകരുത്. സ്തോത്രം. അടുത്ത വാക്യം, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ആരാണെന്നൊക്കെ ചെറിയ തോതിലൊരു പഠനം നിങ്ങൾക്ക് കിട്ടി ആകുന്നു. നാം ഇന്നതാകുന്നു, ഇതുവരെ പ്രത്യക്ഷമായില്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ. അപ്പോൾ ദൈവമക്കൾ, ഈ ഭൂമിയിൽ ദൈവമക്കളായി ജീവിക്കുന്നവർക്ക് വരാൻ പോകുന്ന ഒരു 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 രൂപാന്തര ശരീരവും ഒരു സ്വർഗീയമായ അനുഭവത്തെക്കുറിച്ചാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ ശക്തമായി പ്രതിപാദിക്കുന്നത്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, ശരി, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. കർത്താവ് വരുന്നവരെ നമ്മൾ ആരാകുമെന്ന് പ്രത്യക്ഷമായിട്ടില്ലെന്നാണ് പറയുന്നേ. സ്വതം അവൻ പ്രത്യക്ഷനാകുമ്പോൾ, യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ, തൻ്റെ സഭയെ ചേർക്കാനായിട്ട് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവരോട് സദൃശ്യന്മാരാകും. അതവിടുത്തെ പ്രധാന വിഷയം. ദൈവമക്കൾക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പദവിയെക്കുറിച്ചാണ് കർത്താവിൻ്റെ മാറിൽ ചാരിയിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. നാം ദൈവമക്കളാകുന്നു, ഇന്നതാകുന്നു, ഇതിൽ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, യേശുക്രിസ്തുവിനെ പോലെ രൂപാന്തര ശരീരം പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ദൈവമക്കൾക്ക് ഒരു മാറ്റമുണ്ടാകും, ഒരു റാഡിക്കൽ ചേഞ്ച് ഉണ്ടാകും, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് പുതിയ നിയമസഭ കാത്തിരിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ദൈവമക്കൾ ആഗ്രഹിക്കേണ്ടത്. ഈ ഭൂമിയിലെ കുറേ ഭൗതിക നന്മയൊക്കെ പ്രാപിച്ച് ഈ ലോക മനുഷ്യൻ ജീവിക്കുന്ന പോലെ ജീവിച്ച് അവസാനം എരിഞ്ഞടങ്ങി നരകക്കുഴിയിൽ പോയി വീഴാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ഭൂമിയിൽ കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ ഞെരുക്കങ്ങളോ പ്രയാസങ്ങളോ വെല്ലുവിളികളോ അതൊക്കെ അനുഭവിക്കേണ്ടി വന്നാലോ അതൊക്കെ അനുഭവിച്ച് ജീവിച്ച് നിത്യതയിൽ കർത്താവിന് കിട്ടിയ ആ ശരീരം, രൂപാന്തര ശരീരം, അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: കഷ്ടതയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത ഒരവസ്ഥ ആ രൂപാന്തര ശരീരത്തിന് കിട്ടും. വെളിപ്പാട് 21 1 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയും. അതിനെക്കുറിച്ച് എവിടെ യോഹന്നാൻ പറയുന്നത്? പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുന്നു, ഇതിൽ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. യേശു ക്രിസ്തുവിനോട് സാദൃശ്യമുള്ളൊരു ശരീരം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സ്തോത്രം, സ്തോത്രം. കർത്താവിന് കിട്ടിയ രൂപാന്തര ശരീരത്തിൻ്റെ ഒരു പങ്കാളിത്വത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുമെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? നമുക്കത് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? പാസ്റ്റർമാർ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ലോകത്തിലെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം ശുശ്രൂഷ വൃന്ദങ്ങളും പറയുന്നത് ഈ ലോകത്തിലെ നല്ല കംഫർട്ടായ ഒരു ജീവിതം നയിക്കാനാണ്. ഈ ശ്രീശങ്കറും രവിശങ്കറും അവർ ഇവരൊക്കെ വന്ന് വടക്കേന്ത്യനൊക്കെ വന്ന് ഇവിടെ ഒന്ന് പ്രസംഗിക്കുന്നത് എന്താ? ഈ ലോക ജീവിതം സന്തോഷമായി തീരണം, ഈ ലോകത്തിലെ ജീവിതം സന്തോഷമാകണം. നല്ല വീട്, നല്ല ജീവിത സൗകര്യങ്ങൾ, ലക്ഷറി ലൈഫ്. ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ച അവസാനം ഈ ലോകം നിന്ന് മാറ്റപ്പെടണം. എങ്ങോട്ട് പോകണമെന്ന് അവർക്ക് വല്ലവർക്കും അറിയോ? ഒന്നും അറിയത്തില്ല. വലിയ ചതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആൾ ദൈവങ്ങൾ എഴുന്നേറ്റ് അവർക്ക് കിട്ടിയിരിക്കുന്ന സാത്താൻ കൊടുത്തിരിക്കുന്ന ആശയങ്ങളൊക്കെ പ്രസംഗിച്ചു കൂട്ടി ജനത്തെ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനത്തെ അവരുടെ പുറകെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കുക. സ്തോത്രം. ഇവർ ചെയ്യുന്ന ചതി എന്താണെന്ന് ചോദിച്ചാൽ,
നിത്യതയിൽ നിന്ന്, സ്വർഗരാജ്യത്തിൽ നിന്ന്, ദൈവരാജ്യത്തിൽ നിന്ന് ജനത്തെ നിത്യമായ നാശത്തിലേക്ക് വലിച്ചെടുക്കുന്ന സാത്താൻ്റെ പ്രവൃത്തികളാണ് നമ്മൾ അവരെ ആത്മാവിൽ അവരിലൂടെ ദർശിക്കേണ്ടത്. ഒത്തിരി പേര് എനിക്കറിയാം, ഒത്തിരി പേര് അവർ പറയുന്നത് അവിടെ പോയി അങ്ങനെ അവർ കുറേ പാട്ടൊക്കെ പാടി ഇങ്ങനെ സന്തോഷിച്ച് തലയൊക്കെ ആട്ടിയിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കിട്ടുമെന്നാണ് പറയുന്നത്, ഭയങ്കര സമാധാനം ഉണ്ടാവുമെന്ന് പറയുന്നത്. ശരിയാത്, ഈ ലോകത്തിലെ സന്തോഷവും സമാധാനവും അവർക്ക് കിട്ടും. അത് കഴിയുമ്പോൾ അതിൻ്റെ പിന്നെ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളൊക്കെ അവർക്ക് കിട്ടും. നീ എന്നെ വീട് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, ഇതെങ്കിൽ വരവേൽപ്പിച്ചിരിക്കുന്നുവെന്ന്. സ്തോത്രം. സാത്താൻ യേശുവിനോട് പറഞ്ഞ വാക്യം ഇവിടെ പ്രസക്തമാണ്. എന്നെ നമസ്കരിച്ചാൽ മതി. സാത്താൻ്റെയും അവൻ്റെ ശുശ്രൂഷ വൃന്ദങ്ങളെയും നമസ്കരിച്ചാൽ നമുക്ക് കിട്ടുന്ന, അവിടെ വാക്ക് കിട്ടാൻ നമുക്ക് കിട്ടുന്നത് എന്താ? ലോകത്തിൻ്റെ പ്രതാപങ്ങളാ. കാരണം ഇത് അവനെ പരമേൽപ്പിച്ചിരിക്കുക. ആദാമും അവയും കൂടി ചേർന്ന് പാപത്തിൻ്റെ വിലക്കപ്പെട്ട കനി തിന്നപ്പോൾ ഈ ലോകത്തിൻ്റെ സകലതും സാത്താൻ്റെ കൈകളിലേക്ക് പോയി. ഇവിടുത്തെ ഭരണം അവൻ്റെ കയ്യിലാണ്. 1 യോഹന്നാൻ 5:19 നമ്മൾ വായിക്കുമ്പോൾ സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിൻ്റെ ദൈവം സാത്താൻ. 1 കൊരിന്ത്യർ 4:4 ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ലോക മനുഷ്യൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടിരിക്കുക. എന്തിനേറെ പറയുന്നു, ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ പ്രബലപ്പെട്ട് നിന്ന മതം യഹൂദ മതമാണ്. ശാസ്ത്രിമാരും പരീശന്മാരെയും കർത്താവ് വിളിച്ചത് അല്ലയോ കുരുടന്മാരെ, അല്ലയോ കുരുടന്മാരായ വഴികാട്ടികളെ. അപ്പൊ ദൈവമുണ്ടെന്ന് അവകാശപ്പെട്ട ഇസ്രായേൽ മക്കൾ പോലും കുരുടന്മാരായി പോയെങ്കിൽ ജാതികളുടെ അവസ്ഥ പിന്നെ പറയണോ? അതുകൊണ്ട് ദൈവമക്കളെ ഈ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വേണം നമ്മുടെ ക്രിസ്ത്യ ജീവിതം നയിക്കാൻ. എങ്ങനെയെങ്കിലുമൊക്കെ പോയാൽ വല്ലയിടത്തുമൊക്കെ ചെന്നെത്തും. പ്രോപ്പർ ചാനലിലൂടെ നമ്മൾ ചെന്നാൽ മാത്രമേ നിത്യതയിൽ ചെന്നെത്താൻ പറ്റത്തുള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. അർത്ഥം സ്വർഗത്തിൽ എത്തുന്നില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ മുഖാന്തരം എന്ന് പറഞ്ഞാൽ കർത്താവ് തന്നിരിക്കുന്ന ആ വിശുദ്ധമായ ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിക്കാതെ നമുക്ക് നിത്യതയിൽ ചെന്നെത്താൻ പറ്റുകയില്ല. അതിനെതിരെ സാത്താൻ്റെ വലിയ ചതിക്കുഴികൾ നടന്നുകൊണ്ടിരിക്കുക. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ആ മാർമിക സത്യം എത്ര പേര് ഗ്രഹിക്കുന്നുണ്ട്? ആത്മീക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ആ യാഥാർത്ഥ്യങ്ങളുടെ പിറകെ പോകണം. ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനവും ഭക്തിത്വ ഉപദേശവും അനുസരിച്ച് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കണം. പ്രമാണം അനുസരിക്കാതെ നിത്യത പ്രാപിക്കാൻ പറ്റത്തില്ല. പ്രമാണത്തെ ചവിട്ടി മതിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. നീണ്ട വർഷങ്ങളുടെ പഠനമാണ് അതെനിക്ക് ഗ്രഹിക്കാൻ ഇടയായി തീർന്നത്. 50 വർഷമൊക്കെ വിശ്വാസഗോളത്തിൽ പരിചയം എന്ന് പറഞ്ഞൊരു പരിചയമല്ലേ, അര നൂറ്റാണ്ടല്ലേ ആ പഠനം. ഇത് പഠിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. 1-2 വർഷങ്ങളല്ല, ദീർഘവർഷത്തെ പഠനവും ദീർഘവർഷത്തെ ദൈവത്തെ അന്വേഷിക്കുന്ന അന്വേഷണവും ഉപദേശം പഠിക്കാനുള്ള പഠനങ്ങളുമൊക്കെയാണ് എന്നെ ഈ ഉപദേശത്തിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ ദൈവമക്കളായി പാപ വഴികളെ വിട്ട് വിശുദ്ധമായി ജീവിക്കുന്നവരായി, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യഥാർത്ഥ ദൈവമക്കളായി നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവമക്കളായി നമ്മൾ ജീവിച്ചില്ലെങ്കിൽ നമുക്ക് ദൈവരാജ്യം, സ്വർഗരാജ്യം പ്രാപിക്കാൻ പറ്റുകയില്ലെന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. യോഗ നടത്താൻ പറ്റും, കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റും, എല്ലാ ഞായറാഴ്ചയും കൂടി വരാൻ പറ്റും. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞൊരു വാക്യം കേട്ട് ഞാൻ പേടിച്ചിരിക്കുക. നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കട്ടത്രേ. നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കായിട്ടത്രയെന്ന് കൊരിന്ത്യർ സഭയോട് പറയുക. എന്താ കാര്യം? വ്യവസ്ഥ തെറ്റിച്ചു കൂടി വന്നപ്പോൾ പൗലോസ് പറയുക, നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കായിട്ടത്രേ കൂടി വരുന്നത്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതിൽ നിന്ന് ഷോർട്ടായിട്ടൊരു ദൂത് പറയാം. ദൈവവചന വ്യവസ്ഥ പ്രകാരം നമ്മൾ കൂടി വന്ന് ദൈവത്തെ ആരാധിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയവർദ്ധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് നമ്മൾ പോകുന്നില്ലെങ്കിൽ നമ്മുടെ കൂടിവരവ് കൊണ്ട് ഒരു പ്രയോജനവുമല്ല. അത് തിന്മയ്ക്കായിട്ടാണ്, അത് നാശത്തിനായിട്ടായിരിക്കും നമ്മുടെ കൂടിവരവുകൾ.
ഇന്ന് ബഹുഭൂരിപക്ഷം അങ്ങനെയായി തീർന്നിരിക്കുന്നുവെന്ന് വേദനയോടെ പറയുന്നതിൽ വിഷമമുണ്ട്. സ്തോത്രം. അപ്പോൾ ഞാൻ ആ വിഷയത്തിലേക്ക് വരട്ടെ. ഇവിടെ എന്താ പറയുന്നത് പൗലോസ്? ഹല്ലേലൂയ.